ഇവിടെയാണ് ഫെറാറി എഞ്ചിനുള്ള ഒരു കാറിന് 800ന്റെ ബ്രേക്കിംഗ് സിസ്റ്റം വെച്ച പോലെ എനിക്ക് ഫീൽ ആയത്. iQOO is back with a bang. Killer performance, crazy battery, flagship experience, premium build. ഇതെല്ലാം മിഡ് റേഞ്ചിലാണ് iQOO നമുക്ക് തരാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് iQOO Neo 10 Proന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ്. ഇതിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ അക്കു. വെൽക്കം ടു Akkus View. ഡിസൈൻ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഒരു പ്രീമിയം ഫീൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലുള്ള ആ മെറ്റാലിക് സിൽവർ സ്ട്രൈപ്പ്, ആ ക്യാമറ ബംപ് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ടുണ്ട്. സോ ഹോൾഡ് ചെയ്യാനും കുറച്ചുകൂടെ സ്ലീക്കറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇതിന്റെ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. യെസ്, 35K ബഡ്ജറ്റിൽ മെറ്റാലിക് ഫ്രെയിം ഇല്ല. പ്ലാസ്റ്റിക് ഫ്രെയിമിൽ മെറ്റാലിക് ഫിനിഷ് കൊണ്ടുവന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ബിക്കോസ് ഈ ഫോണിൽ നിങ്ങൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആന്റന ബാൻഡ്സ് ഇല്ലാതെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ബഡ്ജറ്റിൽ മെറ്റാലിക് ഫ്രെയിം തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ദെൻ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 199 grams ആയിരിക്കും. അതുപോലെ തന്നെ തിക്നെസ് 7.9 mm ആയിരിക്കും. ദെൻ കമ്മിങ് ടു ഡിസ്പ്ലേ 6.78 inch LTPO AMOLED ഡിസ്പ്ലേ. Absolutely stunning. 144 Hz refresh rate, 1.5K resolution, 4500 nit peak brightness. ഇതെല്ലാം കമ്പൈൻഡ് ആയി നോക്കുമ്പോൾ നിങ്ങൾ ഒരു മിനി ഐമാക്സ് സ്ക്രീൻ നിങ്ങളുടെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന ഫീൽ ഉണ്ടാവും. ബട്ട് പേടിക്കണ്ട, ഗുഡ് ന്യൂസ് ആണ്. ഫിംഗർ പ്രിന്റ് നോക്കുകയാണെങ്കിൽ അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. സോ ഈവൻ വെറ്റ് ആൻഡ് ഡേർട്ടി ഹാൻഡ്സിലും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പെട്ടെന്ന് തന്നെ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. കമ്മിങ് ടു പെർഫോമൻസ്, ബീസ്റ്റ് മോഡ് ഓൺ എന്ന് തന്നെ പറയാം. MediaTek Dimensity 9400 വിത്ത് LPDDR5X RAM. സോ ഹെവി ഗെയിംസ് എല്ലാം നിങ്ങൾക്ക് മാക്സിമം സെറ്റിംഗ്സിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ലാഗും ഇല്ലാതെ കളിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത് 2 million ആണ്. ബട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഇത്രയും ഹെവി പെർഫോമൻസ് എല്ലാം കൊണ്ടുവന്നിട്ടും കൂളിംഗ് ടെക്നോളജിയിൽ മേജർ അപ്ഗ്രേഡ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സോ ഒരു 30 minutes ഹെവി ഗെയിമിങ്ങിൽ തന്നെ നല്ല ടെമ്പറേച്ചർ ഫീൽ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് മൊബൈൽ എക്സ്പെർട്സ് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ബാറ്ററി, 6100 mAh മാസീവ് ബാറ്ററി, 8 to 10 hours of screen on time, 120 watts fast charging, 15 minutes 50% ചാർജ് ആവും എന്നൊക്കെയാണ് iQOO ക്ലെയിം ചെയ്യുന്നത്. ബട്ട് ഇവിടെയും ഒരു കോസ്റ്റ് കട്ടിംഗ് മൂവ് iQOO ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് ഈ ഫോണിൽ വരുന്നത് USB 2.0 ആണ് ഇൻസ്റ്റെഡ് ഓഫ് 3.0. ഇത് ഞാൻ പറയാൻ കാരണം ഫാസ്റ്റർ ഫയൽ ട്രാൻസ്ഫറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് ഫെറാറി എഞ്ചിനുള്ള ഒരു കാറിന് 800ന്റെ ബ്രേക്കിംഗ് സിസ്റ്റം വെച്ച പോലെ എനിക്ക് ഫീൽ ആയത്. ആൻഡ് കമ്മിങ് ടു ക്യാമറ, 50 MP മെയിൻ സെൻസർ വിത്ത് OIS. സോ എന്ത് തന്നെ ഷേക്കിംഗ് ഹാൻഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ക്രിസ്പ് ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് കിട്ടും. ദെൻ 50 MP അൾട്രാ വൈഡ്. ദെൻ ഇതിൽ ഡിജിറ്റൽ സൂം ആയിരിക്കും ബിക്കോസ് ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല. ദെൻ 16 MP സെൽഫി ക്യാം. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് സെൽഫി ക്യാമിലൂടെ റെക്കോർഡ് ചെയ്യാം. ആൻഡ് കമ്മിങ് ടു സോഫ്റ്റ്വെയർ, ഫൺ ടച്ച് OS ഓൺ Android 15. അത്യാവശ്യം നല്ല സ്മൂത്ത് പെർഫോമൻസ് എല്ലാം കിട്ടുമെങ്കിലും ഹെവി ഗെയിമിങ്ങിൽ നിങ്ങൾക്ക് ചെറിയ ലാഗ് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 144 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂസ് കാരണം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ചെറിയ അൺകംഫർട്ടബിൾ ഫീൽ ഒക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് പവർഫുൾ ഫോൺ, ക്രേസി ക്യാമറ, ഫാസ്റ്റ് ചാർജിങ്, അമേസിംഗ് ഡിസ്പ്ലേ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും വാങ്ങിക്കാം. ബട്ട് ഹെവി ഗെയിമേഴ്സ് ടെമ്പറേച്ചറുടെ കാര്യത്തിൽ യാതൊരു കൺഫർമേഷനും വന്നിട്ടില്ല. സോ ഇത് വാങ്ങിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ യൂസ്ഡ് റിവ്യൂസ് ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. സോ iQOO Neo 10 Pro 2025 ബെസ്റ്റ് ഫോൺ ആവാനുള്ള ചാൻസസ് ചെറുതായിട്ടൊന്ന് മിസ് ചെയ്തു എന്ന് തന്നെ പറയാം. ബിക്കോസ് ഓഫ് കോസ്റ്റ് കട്ടിംഗ് മൂവ്സ് ലൈക്ക് USB 2.0, പ്ലാസ്റ്റിക് ഫ്രെയിംസ്. സോ അടുത്തായത് ഏത് ഫോണിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. സോ see you soon with my next video. Bye for now.